Hi, welcome to Fruitless guys. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നാളും കൊണ്ട് ആലോചിക്കുകയാണ് ഒരു ഡ്രോൺ മേടിക്കണമെന്ന്. സോ ഞാൻ പോയി ഒരു ഡ്രോൺ മേടിച്ചു. DJI Mini 2 ഇതാണ് മോഡൽ. ഇതിൻ്റെ യൂട്യൂബിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ നോക്കി. നല്ല റിവ്യൂ ആണ് കണ്ടത്. അതുകൊണ്ട് ഞാൻ പോയി കേട്ട പാതി കേൾക്കാത്ത പാതി DJI Mini 2 പോയി ഒന്ന് മേടിച്ചു. കഴിഞ്ഞ ആഴ്ചയാണ് മേടിച്ചത്. ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. നമുക്കിത് ഒരുമിച്ച് തുറന്നു നോക്കാം ഇതിനകത്ത് എന്താണ് സംഭവം എന്ന്. സോ ഇത് ജസ്റ്റ് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഫ്ലൈ ചെയ്യുന്നതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം. ഇതെന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. സോ നമുക്കത് നോക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇത്ര നാളും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നല്ല രീതിയിൽ ചാനൽ പോകുന്നു. സോ വളരെ താങ്ക്സ്. സോ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ് കാണാം. DJI Mini 2. നമ്മൾ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇതിപ്പം ഓസ്ട്രേലിയയിലാണ് നിങ്ങൾ ഇത് ഫ്ലൈ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അതിനു മുമ്പായിട്ട് കുറച്ച് അറിഞ്ഞിരിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും knowyourdrone.gov.au എന്ന വെബ്സൈറ്റിൽ പോയി ഓസ്ട്രേലിയൻ ഗവൺമെൻറ് സിവിൽ ഏവിയേഷൻ സേഫ്റ്റി അതോറിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതനുസരിച്ച് മാത്രമേ ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓസ്ട്രേലിയയുടെ നിയമമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഡ്രോൺ സേഫ്റ്റി മസ്റ്റായിട്ടും പാലിക്കണം. കാരണം അത് ജസ്റ്റ് വായിച്ചിട്ട് വേണം നിങ്ങളിത് ഫ്ലൈ ചെയ്യുവാനായിട്ട്. സോ ഇത് മസ്റ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ഓസ്ട്രേലിയയിൽ ഫ്ലൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ സിവിൽ ഏവിയേഷൻ സേഫ്റ്റി അതോറിറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും നോക്കിയിരിക്കണം. സോ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മളിത് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നു. ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് അട്രാക്റ്റ് ചെയ്തുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് ട്രാവലിന് പറ്റിയൊരു സാധനമാണ്. ഇത് ലൈറ്റ് വെയ്റ്റ് ആണ്, 249 ഗ്രാമാണ്. ഇതിൻ്റെ കളർ ഇത് രണ്ടുമാണ് എന്നെ മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്തത്. നമുക്കിത് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് ഒന്ന് ഓടിച്ചു നോക്കാം. ഇതിനകത്ത് പറയുന്നത് ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്, ഒരു റിമോട്ട് കൺട്രോളർ, ഒരു ഫ്ലൈറ്റ് ബാറ്ററി, പിന്നെ ഉള്ളത് RC കേബിൾ 3 പിന്നെ ഉള്ളത് ഒരു USB-C ടൈപ്പ് കേബിൾ, ഒരു സ്ക്രൂ ഡ്രൈവർ, പിന്നെ ഒരു സ്പെയർ കൺട്രോൾ സ്റ്റിക്സ് ഉണ്ട്, പിന്നെ 3 പെയർ ഓഫ് സ്പെയർ പ്രൊപ്പല്ലേഴ്സ് ഉണ്ട്, പിന്നെ ഓഫ് കോഴ്സ് മാനുവൽ എന്തായാലും കാണുമല്ലോ. അപ്പോൾ താഴെ കൊടുത്തേക്കുന്ന കോഡിൽ നമ്മൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ ഫോൺ ആപ്പായാലും ഇത് ആപ്പിളിലായാലും സാംസങ്ങിലായാലും നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് 249 ഗ്രാം നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് വെയ്റ്റ് സാധനമാണ്. നമുക്കിത് തുറക്കാൻ പോവാണ്. തുറന്നു. ഇതാണ് പറഞ്ഞിരിക്കുന്ന എയർക്രാഫ്റ്റ്. ഇതിൻ്റെ കളറ് ഇത് കണ്ടോ, ഇത് ഭയങ്കര ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ചെറിയൊരു സാധനം, നമ്മുടെ കൈപ്പത്തിയിൽ തന്നെ ഒതുങ്ങുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് 8 പ്രൊപ്പല്ലറുണ്ട്. നമ്മളിത് സൂക്ഷിച്ച്, ഇത് ഭയങ്കര ഡെലിക്കേറ്റാണ്, സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇത് ഒടിയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ജിംബൽ. 4K ക്യാമറയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പം പൊട്ടി നമ്മുടെ കയ്യിലിരിക്കും. നമ്മൾ കണ്ടോ, ഇത് രണ്ട് രീതിയിലാണ്. മേളത്തെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് തുറക്കണം. അടിയിലെ 180 ഡിഗ്രിയിൽ നമ്മളൊന്ന് കറക്റ്റിയാണ് തുറക്കേണ്ടത്. സോ അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തുറക്കാൻ നോക്കരുത്. അത് നമ്മൾ ശരിക്കും മാനുവൽ ഇത് റീഡ് ചെയ്യണം, ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന്. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഇത് പൊട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ എയർക്രാഫ്റ്റ് റെഡിയാണ്. ഇത് എനിക്കൊന്ന് 10 കിലോമീറ്റർ വരെ സപ്പോർട്ട് ചെയ്യും. 10 കിലോമീറ്റർ വരെ പോകും. HD വീഡിയോ ട്രാൻസ്മിഷൻ ഇതാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 12 MP ക്യാമറയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലോങ് വിത്ത് 4K 30 FPS വീഡിയോ സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ ഒരു 3 ആക്സിസ് മോട്ടറൈസ്ഡ് ജിംബലാണ് ഉപയോഗിച്ചേക്കുന്നത്. നമുക്ക് അടുത്തത് നമ്മൾ നോക്കുന്നു. ഇത് മാനുവൽ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കണം. ആ കാണുന്ന കോഡിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ PDF ഫോമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ നല്ലൊരു വീഡിയോ കണ്ടാലും മതി. സോ നമ്മളത് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. ഇതാണ് സ്ക്രൂ ഡ്രൈവർ. ഒരു പെയർ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. പിന്നെ ഇതാണ് പ്രൊപ്പല്ലർ. ഇത് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സ്ക്രൂസും ഉണ്ട്. അല്ല നമുക്ക് എനിക്ക് തോന്നുന്നു പഴയ വേർഷനിലൊക്കെ ജസ്റ്റ് നമുക്ക് വെറുതെ പോയി അത് ഫിറ്റ് ചെയ്യാവുന്നതാണ്.
ഇതാണ് 3 കേബിൾ. നേരത്തെ പറഞ്ഞ പോലെ 3 കേബിൾ സ്പെയർ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നു. നമ്മളത് തിരിച്ചു വെക്കുകയാണ്. എന്തായാലും നമ്മളിപ്പം പറപ്പിക്കുന്നില്ലല്ലോ. അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും നല്ല ലൊക്കേഷനിൽ ചെന്ന് പറക്കുന്ന ഒരു വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തിരിച്ചെടുത്ത് വെക്കാം. മാനുവൽ മസ്റ്റായിട്ട് റീഡ് ചെയ്യണം. താഴെ കോഡിൽ നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ PDF ഫോം ലഭിക്കുന്നതാണ്. നമുക്ക് അടുത്താണ് മെയിൻ സാധനം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതാണ് USB കേബിൾ, C ടൈപ്പ് കേബിൾ, ചാർജിങ് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അടുത്തതാണ് നമ്മുടെ റിമോട്ട് കൺട്രോളർ. നല്ല സ്മൂത്ത് ഇതിൻ്റെ ബോഡി നല്ല സ്മൂത്തായിട്ടാണ് എനിക്ക് കണ്ടത്. ഇതാണ് ഇതിൻ്റെ അട്രാക്ഷനായിട്ട് എനിക്ക് തോന്നുന്നത്. നല്ല പോലെ അവർ ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സാധനമാണ്, പക്ഷേ ഇതിനകത്ത് പവർഫുൾ പെർഫോമൻസ് ഇതുണ്ട്. ഇതാണ് നേരത്തെ പറഞ്ഞ കൺട്രോൾ സ്റ്റിക്ക്. അവിടെ താഴെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. ഈ 2 ഇടത്താണ് നമ്മൾ കൺട്രോൾ സ്റ്റിക്ക് സ്റ്റോർ ചെയ്യുന്നത്. അത് മേളിൽ പറയുന്ന അവിടെയാണ് നമ്മൾ സ്ക്രൂ ചെയ്യേണ്ടത്. അതാണ് കൺട്രോൾ സ്റ്റിക്ക്. സിനി മോഡ്, നോർമൽ മോഡ്, സ്പോർട്ട് മോഡ്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ഇവിടെയാണ് നമ്മൾ ഫോൺ ഹോൾഡ് ചെയ്യുന്ന സാധനം. നമ്മൾ ഇത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഇത് ഉറപ്പിക്കുന്നതായിരിക്കും. ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കാണാവുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. ഇത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇത് നമുക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാധനമാണ്. പല ഡ്രോണിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സൈസ് കൂടുതലാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 249 ഗ്രാമാണ്. അപ്പം ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി സാധനമാണ്. പിന്നെ ഇതിൻ്റെ ക്വിക്ക് ട്രാൻസ്ഫർ, ഇതിൻ്റെ വീഡിയോസൊക്കെ നല്ല ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഭയങ്കര സ്പീഡിൽ ട്രാൻസ്ഫർ ആവും. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. പിന്നെ എൻ്റെ ആ ജിംബൽ നേരത്തെ പറഞ്ഞ പോലെ അത് 3 ആക്സിസ് മോട്ടറൈസ്ഡ് ജിംബലാണ്. അത് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും അത് മൂവ് ചെയ്യും. 10 കിലോമീറ്റർ വരെ ഇത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ 31 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബാറ്ററി ലൈഫ്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അത് ഫുൾ ചാർജാണോ എന്ന് നോക്കണം. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് സൂം ചെയ്യാൻ നമ്മൾ അടുത്ത് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ 4x ഡിജിറ്റൽ സൂം ഉണ്ട്. അത് ഭയങ്കര നമുക്ക് പല വെറൈറ്റി ഷോട്ട്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും, എത്ര ഡിസ്റ്റൻസിലായാലും. ഇത് ശരിക്കും തീർച്ചയായിട്ടും നല്ലൊരു ഡ്രോണാണ്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം എങ്ങനെ ഫ്ലൈ ചെയ്യാമെന്നുള്ളത്. ഇനി കാണുന്നത് വരെ ബൈ.